ഹായ് ഹലോ എല്ലാവർക്കും AJR ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ കളർഫുൾ ആയിട്ടുള്ള സോപ്പായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ആ ഒരു കളർ കോമ്പോയിലാണ് ചെയ്തിരിക്കുന്നത്. റെഡ്, വൈറ്റ്, ഗ്രീൻ. ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം കുറേ കൂട്ടുകാർ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചി എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഇതിൻ്റെ വീഡിയോ എപ്പോഴാണ് ഇടുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ ഇടാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഒട്ടും സമയം കളയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ലെയറാണ് കേട്ടോ സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്ലിസറിൻ്റെ ബേസാണ് എടുത്തിരിക്കുന്നത്. പാരബൺ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഗ്ലിസറിൻ്റെ ബേസാണ്. ഒരു 300 ഗ്രാമാണ് കേട്ടോ നമ്മൾ ഗ്ലിസറിൻ്റെ ബേസ് എടുത്തിരിക്കുന്നത്. കറക്റ്റ് 300 തന്നെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് നമ്മളെപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് പ്രകാരം മെൽറ്റ് ആക്കാനായിട്ട് വെക്കുന്നുണ്ട്. ആ മെൽറ്റ് ആവണ നേരം കൊണ്ട് നമുക്ക് അതിലോട്ട് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് നീമിൻ്റെ ജെല്ലാണ്. നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ജെല്ലാണ് കേട്ടോ, കാർബോമർ വെച്ചിട്ട്. ഇതിൻ്റെ വീഡിയോ നമ്മൾ ജസ്റ്റ് ഒരു ഷോർട്സ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ജെല്ല് ഒരു 12 ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇപ്പോൾ ഇടുന്നത് വെജ് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ 1 ഗ്രാം ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതെന്ന് പറയുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ്. ഓയിലും 1 ഗ്രാം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓയിലിന് പകരം നമുക്ക് വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂൾ ഉണ്ടെങ്കിൽ അതായാലും മതി. പിന്നെ ഇപ്പോൾ ഒഴിച്ച് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. അത് 1 ഗ്രാമിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഐറ്റംസ് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ഗ്രീൻ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് കളർ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു ഗുണം ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ അലോവേരയുടെ ജ്യൂസോ അല്ലെങ്കിൽ നീമിൻ്റെ ജ്യൂസോ ഒക്കെ ചേർക്കാവുന്നതാണ്. അങ്ങനെ ഗ്രീൻ കളർ കിട്ടുന്ന ഏതെങ്കിലും ഒരു ഐറ്റം ചേർക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു മോൾഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ലോഫിൻ മോൾഡാണ് ഇത്. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന മോൾഡാണ് കേട്ടോ. മോൾഡ് മാത്രമാണ് മേടിച്ചിട്ടുള്ളൂ. പിന്നെ ഒരു ഫ്രെയിം മാതിരി ഉണ്ടല്ലോ വുഡിൻ്റെ, അത് എനിക്ക് എൻ്റെ അച്ഛൻ ചെയ്ത് തന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതും ഒരു സപ്പോർട്ടിനായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് പകരം നമുക്ക് കാർഡ് ബോർഡ് ഉണ്ടല്ലോ, കാർഡ് ബോർഡിൽ ജസ്റ്റ് ഒരു വെട്ടിയിട്ട് അങ്ങനെ ചെയ്താലും മതി. പിന്നെ ഇതുപോലത്തെ ഒരു മോൾഡും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെന്തിനാന്നുള്ളത് പറയാം. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സോപ്പിൻ്റെ ബേസ് ഇവിടെ നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ട്. ഇനി ആ മെൽറ്റായിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്തു വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കൂട്ടുണ്ടല്ലോ നീമിൻ്റെ, ആ ഒരു ജെല്ലാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ജെല്ലായതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ മിക്സായി കിട്ടാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും കേട്ടോ. അത് കെട്ടിയ പോലെ ആയിരിക്കും അതിൽ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് അത് ഉടച്ചൊക്കെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇനി നല്ല രീതിയിൽ ഇത് മിക്സ് ആക്കിയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് കിട്ടിയേക്കണേന്നുള്ളത്. സോപ്പിൻ്റെ ബേസും ജെല്ലുകളും കൂടിയിട്ട് നല്ല രീതിയിൽ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു ലൈറ്റ് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഇത്രയും നേരം അത് മിക്സ് ആക്കിയിട്ടുണ്ടായിരുന്നത്. ഒരുപാടിട്ട് ഇളക്കരുത്, ഇളക്കി കഴിഞ്ഞപ്പോൾ അത് വന്ന് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ അതിന് ശേഷം നമ്മുടെ ആ ഒരു മിക്സ് വാങ്ങി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലോട്ട് ഫ്രാഗ്രൻസ് കളറുകളൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ടായിരുന്ന ഫ്രാഗ്രൻസ് ഇവാരയുടെയാണ്. നമുക്ക് 1 കിലോ ബേസിലേക്ക് 20 മുതൽ 25 വരെ ചേർക്കാവുന്നതാണ് കേട്ടോ. പിന്നെ കളർ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ലിക്വിഡ് കളറാണ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഗ്രീൻ കളർ. ആദ്യം ഒരു 1-2 ഡ്രോപ്സ് ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് മിക്സാക്കി നോക്കുക. കളർ പോരാന്നുണ്ടെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. കളറൊക്കെ നമുക്ക് എന്തോരം വേണമെന്ന് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ വീണ്ടും 1-2 ഡ്രോപ്സ് ഇങ്ങനെ കളർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു കളറിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര ഒരു കളർ മാതിരിയാണ് തോന്നുന്നത്. എന്നിട്ട് ആദ്യമേ തന്നെ നമ്മുടെ ആ ഒരു റെക്ടാങ്കിൾ ടൈപ്പ് മോൾഡ് എടുത്ത് വെച്ചിട്ടില്ലേ, അതിലേക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ആ ഒരു റെക്ടാങ്കിൾ ടൈപ്പിൽ മുഴുവനായിട്ടും ഒഴിച്ചിട്ടില്ല കേട്ടോ, പകുതി ഭാഗം മാതിരിയാണ് ഒഴിച്ചിരിക്കുന്നത്. പിന്നെ ഇതുപോലൊരു കോലും വെച്ചിട്ടുണ്ട്. ആ ഒരു കോലിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആ ഒരു ലോഫിൻ മോൾഡ് ഉണ്ടല്ലോ, അതിങ്ങനെ പൊക്കിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അതിലേക്കാണ് നമ്മുടെ എടുത്തിരിക്കുന്ന ഒരു ബേസ് ഒഴിച്ചു കൊടുക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് ലെയർ ബേസ് നമ്മളങ്ങനെ മുഴുവനായിട്ടും അതിലേക്ക് ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബേസ് അങ്ങനെ മുഴുവനായിട്ട് നമ്മൾ ഒഴിച്ചതിന് ശേഷം അതിന് മുകളിൽ വരുന്ന ഒരു പതയുണ്ടല്ലോ, പത പോകാനായിട്ട് ഞാൻ റബ്ബിംഗ് ആൽക്കഹോളാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ അത് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഫസ്റ്റ് ലെയർ ഇരിക്കുന്നത്. ഇനി ഏകദേശം ഇതൊന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട്. സെറ്റായതിന് ശേഷമാണ് നമ്മൾ അടുത്ത ലെയർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കാണുന്നത് നമ്മൾ ആ ഒരു സോപ്പിൻ്റെ ബേസ് നല്ല രീതിയിൽ സെറ്റായതിന് ശേഷമാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയറിലോട്ട് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ റെക്ടാങ്കിൾ മോഡിൽ ഗ്രീൻ കളർ ഒഴിച്ചു വെച്ചത് മാത്രമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് ഞാൻ റെഡും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇനി ഇത് രണ്ടും വെച്ചിട്ടുള്ള പരിപാടി എന്താണെന്ന് കാണണ്ടേ. അപ്പോൾ ഇത് കുറച്ച് വർക്കെങ്കിലും മനസ്സിലായി കാണും നമ്മുടെ ഫോട്ടോ ഒക്കെ കണ്ടപ്പോൾ.
ഇനി ഞാനിത് ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഗ്രീനും മുറിച്ചെടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ റെഡും ചെറിയ ചെറിയ പീസുകളാക്കുന്നുണ്ട്. ഒരുപാട് തിന്നായിട്ടല്ല, കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. ഒരുപാട് തിന്നാക്കി കഴിഞ്ഞ് ചിലപ്പോൾ അത് മെൽറ്റായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് നമ്മുടെ ആ ഒരു മൂഡിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെയാണ് 2 കളറും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ചെറിയ പീസുകൾ നമ്മളിവിടെ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി അടുത്ത ലെയർ വൈറ്റ് കളർ ലെയർ നമ്മൾ സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഷിയ ബട്ടറിൻ്റെ ബേസാണ് എടുത്തിരിക്കുന്നത്. പാത്രത്തിൻ്റെ വെയിറ്റൊക്കെ മൈനസ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആ ബേസൊക്കെ എടുത്തിരിക്കുന്നത്. ഷിയ ബട്ടറിൻ്റെ ബേസ് ഒരു 254 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഷിയ ബട്ടറിന് പകരം നമുക്ക് ഗോട്ട് മിൽക്കൊക്കെ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ബേസ് ഇവിടെ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം മെൽറ്റാക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ ഓൾറെഡി ചൂടായിട്ടുണ്ട്. ചൂടായിരിക്കുന്ന ഒരു വെള്ളത്തിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബേസുകളും കൂടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബേസ് പകുതിയോളം മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഈ മെൽറ്റ് ആയിരിക്കുന്ന ബേസിലേക്ക് ഞാനൊരു 100 ഗ്രാം ഷിയ ബട്ടറിൻ്റെ ബേസുകളും കൂടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 354 ഗ്രാമാണ് ഷിയ ബട്ടറിൻ്റെ ബേസ് എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലോവേരയുടെ എക്സ്ട്രാക്റ്റാണ്. അതൊരു 15 ml അടുത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അലോവേരയുടെ എക്സ്ട്രാക്റ്റ് മാത്രമാണ് ചേർത്തിട്ടുള്ളൂ, അല്ലാതെ വേറെ ഒന്നും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഗ്ലിസറിനോ വൈറ്റമിനോ അങ്ങനെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ബേസ് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അത് വാങ്ങി വെക്കാവുന്നതാണ്. വാങ്ങി വെച്ചിട്ട് ഇതിലേക്ക് ഫ്രാഗ്രൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവേരയുടെ തന്നെയാണ് ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്മെല്ലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അതായത് നോക്കിയിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ലൈറ്റായിട്ടുള്ള സ്മെല്ല് വേണമെന്നവർക്ക് ലൈറ്റായിട്ടുള്ള രീതിയിൽ കൊടുത്താൽ മതി. 1 കിലോ ബേസിലേക്ക് നമുക്ക് 20 മുതൽ 25 വരെ ആഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ മേടിക്കുന്ന കമ്പനി റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് സ്മെല്ല് ആഡ് ചെയ്യാവുന്നതാണ് കേട്ടോ. സ്മെല്ലൊക്കെ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമ്മുടെ ആ ഒരു ഷിയ ബട്ടറിൻ്റെ മിക്സും കൂടെ കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പകുതിയാണ് നമ്മളെടുത്തിരിക്കുന്ന ഷിയ ബട്ടറിൻ്റെ പകുതി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു റെഡ് ആൻഡ് ഗ്രീൻ പീസുകളുണ്ടല്ലോ, അതാണ് കേട്ടോ ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ പീസാക്കുന്നതിന് പകരം നമ്മൾ ജസ്റ്റ് അതിൻ്റെ കട്ട് ചെയ്യാത്ത പീസ് ഉണ്ടല്ലോ, ലെങ്തി ഉള്ള പീസ്, ആ ഒരു പീസ് വേണമെങ്കിലും വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന ആ ഒരു ഷിയ ബട്ടറിൻ്റെ മിക്സുകളും കൂടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടോടുകൂടി തന്നെ നമ്മൾ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മെൽറ്റായി പോകാനായിട്ട് ചാൻസ് ഉണ്ട് ആ ഒരു പീസുകൾ. അങ്ങനെ ബേസ് മുഴുവൻ ഒഴിച്ചതിന് ശേഷം ആ ഒരു പത കളയാനായിട്ട് റബ്ബിംഗ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. സെറ്റ് ആയതിനു ശേഷം കാണിച്ചു തരാം. അങ്ങനത്തെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആ ഒരു സെക്കൻഡ് ലെയർ ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതവിടെ മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുത്ത ലെയറിലോട്ട് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയ്റ്റ് മെഷീനും മുകളിലേക്ക് പാത്രം വെച്ചിട്ടുണ്ട്. പാത്രത്തിൻ്റെ വെയിറ്റ് മൈനസ് ആക്കിയിട്ടുണ്ട്. ഗ്ലിസറിൻ്റെ ബേസ് തന്നെയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഗ്ലിസറിൻ്റെ ബേസ് ഒരു 250 ഗ്രാം നമ്മൾ മെഷർ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആദ്യം ചെയ്ത സെയിം രീതിയിൽ തന്നെ ഡബിൾ ബോയിൽ മെത്തേഡ് പ്രകാരം നമ്മുടെ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ആവാനായിട്ട് വെക്കുകയാണ്. മെൽറ്റ് ആവട്ടെ കേട്ടോ അവിടെ ഇരുന്ന്. അപ്പോഴേക്കും നമുക്ക് അതിലോട്ട് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള കൂട്ട് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ഹിബിസ്കസ് ഉണ്ടല്ലോ, ചെമ്പരത്തിയുടെ ജെല്ലാണ് കേട്ടോ. ഇതും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് വെച്ചിരിക്കുന്ന ജെല്ലാണ്. അപ്പോൾ ആ ഒരു ജെല്ല് ഒരു 8 ഗ്രാമിൻ്റെ അടുത്താണ് കേട്ടോ നമ്മളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ചെമ്പരത്തി ജെല്ലിന് പകരം നമുക്ക് റെഡ് കളർ തന്നെ, അതായത് ഇപ്പോൾ ബീട്രൂട്ടോ അല്ലെങ്കിൽ ചെമ്പരത്തിയുടെ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അതിലേക്ക് ഒരു 1 ഗ്രാമിൻ്റെ അടുത്ത് വെജ് ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ഗ്രാമിൻ്റെ അടുത്ത് വൈറ്റമിൻ ഇയുടെ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വൈറ്റമിൻ ഇയുടെ ഓയിലിന് പകരം ക്യാപ്സ്യൂളാണെങ്കിലും അത് ചേർത്താലും മതി കേട്ടോ. അങ്ങനെ 10 ഗ്രാമാണ് കേട്ടോ നമ്മുടെ ഇതിലേക്ക് എടുത്തിരിക്കുന്ന ആ ഒരു മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ഇതും നല്ല രീതിയിൽ നമ്മൾ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. മിക്സാക്കി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിലായിരിക്കും കേട്ടോ നമ്മുടെ ആ ഒരു കൂട്ട് കിട്ടുന്നത്. ആ ഒരു നേരം കൊണ്ട് നമ്മുടെ സോപ്പിൻ്റെ ബേസും നല്ല രീതിയിൽ മെൽറ്റായിട്ടുണ്ട്. മെൽറ്റായിരിക്കുന്ന ബേസിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഹിബിസ്കസിൻ്റെ ജെല്ലുകളും കൂടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കേണ്ടതായിട്ടുണ്ട്. ജെല്ലായതുകൊണ്ട് തന്നെ കട്ട കെട്ടിയോലായിരിക്കും കിടക്കുന്നത്. നമ്മൾ നീമിൻ്റെ ചെയ്തല്ലോ ആ സെയിം രീതി തന്നെയാണ്. അപ്പോൾ നല്ല രീതിയിലൊന്ന് മിക്സ് ആയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് കിട്ടിയേക്കണമെന്നുള്ളത്. ഇതങ്ങനെ നമ്മുടെ ആ ഒരു ജെല്ലും സോപ്പിൻ്റെ ബേസായിട്ട് നല്ല രീതിയിൽ മിക്സ് ആയതിന് ശേഷമുള്ളതാണ് കേട്ടോ ഈ കാണുന്നത്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അത് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വാങ്ങി വെക്കുകയാണ്. വാങ്ങി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഫ്രാഗ്രൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ തന്നെ കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രാഗ്രൻസായിട്ട് ഇവാര തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള റെഡ് ലിക്വിഡ്
കളറും കൂടെ കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 3-4 ഡ്രോപ്സ് ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് കളർ നോക്കിയതിന് ശേഷം പോരാന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താവുന്നതാണ് കേട്ടോ. അപ്പോൾ കളറ് ഈ ഒരു കളറിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനി ഇത്രയും കളർ വേണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലൈറ്റും ചേർത്താലും മതിയാവും കേട്ടോ. ചേർക്കുന്ന അളവ് കുറച്ചാൽ മതി. പിന്നെ ഇത് നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ നല്ല രീതിയിൽ സെറ്റ് ആയതിനു ശേഷം തേർഡ് ലെയർ ആയിട്ടുള്ള റെഡാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. അതും ചൂടോടുകൂടി തന്നെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുകയാണ്. പകുതി ഒഴിച്ചപ്പോഴേക്കും ഞാൻ നമ്മൾ താഴെ വെച്ചിരിക്കുന്ന ഒരു കോലുണ്ടല്ലോ അത് മാറ്റിയതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ ഒരു മോൾഡ്. എന്നിട്ട് മുഴുവനായിട്ടും അതിലേക്ക് ആ ഒരു നമ്മുടെ തേർഡ് ലെയർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബേസ് മുഴുവനായിട്ടും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു പത കളയാനായിട്ട് റബ്ബിംഗ് ആൽക്കഹോളും കൂടെ സ്പ്രേ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെന്തായാലും സെറ്റ് ആവാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ആയതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ നമ്മുടെ ആ ഒരു സോപ്പ് എങ്ങനെയാണ് കിട്ടിയേക്കണം എന്നുള്ളത്. ഞാനും ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഇരിക്കുന്നത്, എങ്ങനെയാണ് ഉദ്ദേശിച്ച രീതി കിട്ടുമെന്നൊക്കെ അറിയാനായിട്ട്. പിന്നെ ഇത് സെറ്റ് ആയതിന് ശേഷമാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത്. ഇനി നമുക്ക് സോപ്പൊക്കെ എടുത്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു വുഡ് ഫ്രെയിമിൽ നിന്ന് നമ്മുടെ ആ ഒരു മോൾഡ് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് നമുക്കിനി ഇത് അൺമോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ നിന്ന് അൺമോൾഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിന് നമുക്ക് അൺമോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ എങ്ങനെയൊക്കെയാണ് കിട്ടിയേക്കണമെന്നുള്ളത്. അങ്ങനത്തെ നമ്മുടെ ലോഫിൻ മോൾഡിൽ സോപ്പ് ഇവിടെ നമ്മൾ അൺമോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയത്തെ പരിപാടി ഇത് കട്ട് ചെയ്യലാണ് കേട്ടോ. അപ്പോൾ ഇത് ഉദ്ദേശിച്ച രീതിയിൽ വന്നിട്ടുണ്ടെന്നൊന്നും അറിയത്തില്ല. ലെയറൊക്കെ കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നത് കട്ട് ചെയ്യാനുള്ള രീതിയിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, എത്രയും കട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ. അപ്പോൾ ആദ്യത്തെ നമ്മൾ പോർഷൻ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മുടെ ഒരു സോപ്പ് കിട്ടിയിരിക്കുന്നത്. ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ സെൻറ്ററിലുള്ള ഇതുണ്ടല്ലോ, നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പീസുകൾ ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചിട്ടുണ്ടല്ലോ, അത് കുറച്ചാണ് കേട്ടോ കിട്ടിയിട്ടുള്ളൂ. എന്തായാലും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ നമ്മുടെ സോപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഈ ഒരു ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ആ ഒരു കളർ കോമ്പോയിൽ ചെയ്യണമെന്ന് വിചാരിച്ച് അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സോപ്പിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക് നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, എങ്ങനെയുണ്ട് നമ്മുടെ സോപ്പ് കൊള്ളാമോ എന്നൊക്കെ ഉള്ളത്. പിന്നെ അതിന് ശേഷം നമ്മൾ ഓരോ സോപ്പിൻ്റെയും വെയിറ്റ് നോക്കുകയാണ്. ഏകദേശം ഒരു 160 ഒക്കെ മുകളിലാണ് കേട്ടോ നമ്മുടെ സോപ്പ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു സോപ്പ് 187 വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരെണ്ണം 173 വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ആയിട്ട് നമ്മുടെ ആ ഒരു കളർ കോംബോ വെച്ചിട്ടുള്ള സോപ്പ് വരുന്നത്. ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ടൈം മെനക്കെടേണ്ടി വരും, എങ്കിൽ കൂടിയും കിട്ടിയ റിസൾട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കഷ്ടപ്പെട്ടത് എന്തായാലും വെറുതെ ആയില്ല. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.